ഹലോ, ഇന്ന് നമുക്ക് മത്തനും വൻപയറും കൂടിയുള്ള ഒരു പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല മത്തൻ എടുത്ത് വെച്ചിട്ടുണ്ട്, 3-4 അണി ശർക്കര, വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഈ പയർ ഒരു കുക്കറിലേക്കിട്ട് ഒരു നുള്ളുപ്പും ചേർത്ത് ഒരു വിസിലിട്ട് വേവിച്ചെടുക്കുക. ഇനി ശർക്കര നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് അലിയിച്ചെടുക്കുക. അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ചിരകി വെച്ച തേങ്ങ നന്നായി മിക്സിയിലിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണേ. അപ്പോഴത്തേക്ക് ശർക്കര ഇവിടെ ഇതാ അലിഞ്ഞ് വന്നിട്ടുണ്ട്. പയർ വെന്തു. പയറിൻ്റെ അതേ വെള്ളത്തിൽ തന്നെ മത്തനിട്ട് വേവിക്കുകയാണേ. അത് ഒരൊറ്റ വിസിൽ മതി കേട്ടോ. രണ്ടും കൂടി ഇട്ട് വിസിൽ വരുത്താം. പക്ഷെ ഞാൻ വേവൂലെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഇട്ടത്. പക്ഷെ അത് വേഗം വെന്തു. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യണേ. നല്ലോണം മിക്സ് ചെയ്തു നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ തേങ്ങാപ്പാൽ, കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നന്നായി കട്ടയെല്ലാം പൊട്ടിച്ചതിന് ശേഷം ചേർക്കുക. കുറച്ച് ഏലക്കായ്, ഒരു 3-4 ഏലക്കായ് കുത്തി പൊട്ടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഇതാ പായസം റെഡിയായി. മത്തനും വൻപയറും കൂടിയുള്ള. ഇനി നെയ്യിൽ തേങ്ങ വറുത്തിടുകയാണ്. നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ തേങ്ങ വറക്കുക. ഇതാ റെഡിയായി. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇതാ രുചികരമായ മത്തൻ വൻപയർ പായസം റെഡി.